നിയമസഭാ തെരഞ്ഞെടുപ്പിനായി 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. VD സതീശൻ നയിച്ച പുതിയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പ്രവർത്തനം വേണ്ടെന്ന മുന്നറിയിപ്പും രാഹുൽ നൽകി. So the first guarantee is a free bus travel for all women in KSRTC buses. Welfare pensions increased to 3,000 rupees a month. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഒരു മുഴം മുമ്പേ എറിയുകയാണ് കോൺഗ്രസ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നാണ് പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന്. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കർണാടകയിലും തെലങ്കാനയിലും വാഗ്ദാനം ചെയ്തതാണ്. യുവാക്കൾക്ക് ബിസിനസിനായി 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ, വയോജനങ്ങൾക്കായി ഒരു വകുപ്പ്, ഒരു കുടുംബത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമാണ് മറ്റു വാഗ്ദാനങ്ങൾ. ദേശീയ നേതൃത്വം നേരിട്ട് നൽകുന്ന ഉറപ്പെന്ന നിലയിലായിരുന്നു രാഹുലിന്റെ പ്രഖ്യാപനം. ഫെബ്രുവരി 6-ന് കാസർഗോഡ് കുമ്പളയിൽ തുടങ്ങിയ പൊതുയുഗ യാത്രയാണ് തിരുവനന്തപുരത്ത് സമാപിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ തോളിലേറ്റിയാണ് പ്രവർത്തകർ വേദിയിലെത്തിച്ചത്. നമ്മുടെ UDF ആവർത്തിച്ചു പറയാറുള്ളത് പോലെ വെറും UDF അല്ല, ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചുപോയി. സമ്മേളനത്തിനിടെ പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് ആർപ്പ് വിളിച്ചു. രമേശ് ചെന്നിത്തലയുടെ ചിത്രമുള്ള വിശറിയും പ്ലക്കാർഡുമായാണ് ഒരു വിഭാഗം പ്രവർത്തകർ എത്തിയത്. 100 സീറ്റോടെ UDF അധികാരത്തിൽ വരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. 10 വർഷത്തെ കേരളത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. KC വേണുഗോപാലിന്റെ ചിത്രം ഉയർത്തിയും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ പരോക്ഷമായി വിമർശിച്ച രാഹുൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതിന്റെ അനിവാര്യതയും ഓർമ്മിപ്പിച്ചു. When a group dance is taking place, suddenly if one person starts to dance, it looks ridiculous. So the advice from the people of Kerala to the UDF leaders is dance together. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കെ കോൺഗ്രസിന് കൂടുതൽ ഊർജ്ജം നൽകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.